തന്നെ തെങ്കള പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ശ്രീമതി ഫരീദ അബൂബക്കർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൗരപ്രമുഖർ, മറ്റു സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നാട്ടുകാരെ, ക്ലബ് അംഗങ്ങളെ, സുഹൃത്തുക്കൾ, ചെറിയാലമ്പാടി യൂത്ത് കൾച്ചറൽ ക്ലബിൻ്റെ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സ്വന്തം ഒരു ഓഫീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കുന്നത്. നമ്മുടെ നിരവധിയായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിൻ്റെ ഓഫീസ് കെട്ടിടം അത്യാവശ്യമാണെന്ന ബോധത്തോടുകൂടി ഇങ്ങനൊരു കെട്ടിടം ഇവിടെ നവീകരിച്ചെടുക്കുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ എല്ലാപ്പോഴും ഒരുമയോടെ വളരെ നല്ല ഒരു ഇളയവേളയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഇളയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ നിരവധി പരിപാടികൾ, ഇന്ന് മന്ത്രി ഉൾപ്പെടുന്ന നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വേഗം കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ MLA കൃത്യസമയത്ത് തന്നെ നമുക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രസംഗം നിർവഹിക്കുന്നത് MLA ആണ്. അവരെ ഈ ക്ലബിന് വേണ്ടിയിട്ടും നാടിന് വേണ്ടിയിട്ടും ആദ്യമായി ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ DMA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കാസർഗോഡ് MLA സർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകർ, വാർഡ് മെമ്പർ, നാട്ടുകാർ, ഇവിടെ ചെറിയാലമ്പാടി CYCC ചെറിയാലമ്പാടി എന്ന ഒരു മഹത്തായ ക്ലബ്ബ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ്, എല്ലാവർക്കും അറിയാം. കൂടുതലായൊന്നും പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് അമ്മ, വേദിയിലുള്ള മുഹമ്മദ് കൊയ്യയിൽ, ഇക്ബാൽ കേരളീയ, CYCC ചെറിയ ആലമ്പാടി യൂത്ത് കൾച്ചറൽ സെൻ്ററിൻ്റെ ചുരുക്കപ്പേരാണ് CYCC എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2014 സ്ഥാപിതമായ ഒരു ക്ലബ്ബാണ്. അപ്പോൾ പഴയ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ക്ലബ്ബുകളും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബുകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ക്ലബ്ബുകളോട് ഏത് പ്രദേശത്തെ ആളുകളും അത്തരം ക്ലബ്ബുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. കുറച്ച് ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും മുറിയിലിരുന്ന് ക്യാരംസ് കളിക്കാനും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ മൈതാനം കണ്ടാൽ ഫുട്ബോൾ കൊണ്ടുപോയി ഫുട്ബോൾ കളിക്കാനും, ബാറ്റും വിക്കറ്റും കൊണ്ടുപോയി ക്രിക്കറ്റ് കളിക്കാനും മാത്രം ഉള്ളതാണ് ക്ലബ്ബ് എന്ന് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾക്ക് ഒരു ധാരണയുണ്ടായി. ആ ധാരണ തെറ്റാണ് എന്ന് പിന്നീട് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾ മനസ്സിലാക്കി. മുതിർന്ന ആളുകൾ സ്വയം മനസ്സിലാക്കിയതല്ല, ആ ധാരണ തിരുത്താൻ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് കഴിഞ്ഞു എന്നതാണ് ഫലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഒരു ക്ലബിൻ്റെ പരിപാടിയാണ്. ഈ ക്ലബിൻ്റെ പരിപാടിയിൽ ഒരുപാട് നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ഒരുപാട് പ്രായം ചെന്ന ആളുകൾ ഇന്ന് ഈ ക്ലബിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോൾ ഒരു ക്ലബിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ഈ മുതിർന്ന ആളുകളെ പ്രചോദിപ്പിച്ചത് എന്താണ് എന്ന് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. 2014 സ്ഥാപിതമായ ഒരു സ്ഥാപനം ഇപ്പോൾ 11 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 11 വർഷക്കാലം നിങ്ങൾ എല്ലാവരും ചെയ്തത്, ഇപ്പോൾ നമ്മളിന്നിപ്പോൾ ഈ ഓഫീസിലേക്ക് മാറുന്നതിന് മുമ്പ് വേറൊരു കെട്ടിടത്തിലാണ്, പഴയ കെട്ടിടത്തിലാണ് ഈ ക്ലബിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഇപ്പോൾ നമ്മൾ പുതിയ ഓഫീസിലേക്ക് മാറി. പഴയ ഓഫീസിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും കഴിഞ്ഞ 11 വർഷക്കാലം ഓഫീസിനകത്തിരുന്ന് വെറും ക്യാരംസ് കളിച്ച് സമയം പാഴാക്കാനല്ല നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ ഏതെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും മൈതാനത്ത് ഫുട്ബോൾ പന്ത് കൊണ്ടുപോയി ഫുട്ബോൾ കളിച്ച് സമയം കളയാനല്ല നിങ്ങൾ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ മൈതാനം കാണുമ്പോൾ വിക്കറ്റും അതുപോലെ തന്നെ കളഞ്ഞവരല്ല നിങ്ങൾ കഴിഞ്ഞ 11 വർഷക്കാലം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൻ്റെ സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലയ്ക്ക് ധന്യമായ സംഭാവനകൾ നൽകാൻ CYCC ചെറിയ ആലമ്പാടിക്ക് സാധിച്ചത് കൊണ്ടാണ് ഇത്രയും മുതിർന്ന ആളുകൾ ഈ പരിപാടിയിലൂടെ സംബന്ധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും മുതിർന്ന ആളുകൾ ഇവിടെ നിങ്ങൾക്ക് സമ്മേളിപ്പിക്കുവാൻ, കൊണ്ടുവരുവാൻ സാധിച്ചത് നിങ്ങൾ നടത്തിയ ശ്ലാഘനീയമായ സാമൂഹിക പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്ലബ്ബുകളെ ഇങ്ങനെയായിരിക്കണം. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്യാരംസ് കളിക്കാനും അല്ല ക്ലബ്ബുകൾ. യുവാക്കൾ, നിങ്ങൾക്കറിയാം, യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ ചെയ്യാൻ സാധിക്കും. പണ്ട് ഹിറ്റ്ലറെ പറഞ്ഞു, ഹിറ്റ്ലറെ കുറിച്ച് അറിയാമല്ലോ, ലോകം കിടുകിട പതപ്പിച്ച ചക്രവർത്തിയാണ്. ആ ഹിറ്റ്ലർ പണ്ട് പറഞ്ഞത്, എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ആയുധവും വേണ്ട, ആറ്റം ബോംബ് വേണ്ട, തോക്ക് വേണ്ട, ഒരു ആയുധവും വേണ്ട, എൻ്റെ കയ്യിൽ ഒരുപിടി യുവാക്കളുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ ഞാൻ നിയന്ത്രിക്കുമെന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തെ കിടുകിട പതപ്പിച്ച ഹിറ്റ്ലർക്ക് പോലും യുവാക്കളുടെ ശക്തിയെക്കുറിച്ച് അറിയാം. അപ്പോൾ യുവാക്കൾ വിചാരിച്ചാൽ നാട്ടിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അതുപോലെ തന്നെ മറ്റ് സംഘടനകളായാലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. എന്നിട്ടും സഹായമൊന്നും ലഭിക്കാതെ ദുരിതങ്ങളുടെ മാറാപ്പ് ചുമക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഈ ചെറിയാലമ്പാടിയിൽ മാത്രമല്ല നമ്മുടെ ജില്ലയുടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സർക്കാർ വിചാരിച്ചാൽ മാത്രം അവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് ആശ്വാസം പകരാൻ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് സാധിക്കും. നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ നേതൃത്വം നൽകുന്ന ക്ലബ്ബുകൾക്ക്, സംഘടനകൾക്ക് സാധിക്കും. ആ ഒരു ഉത്തരവാദിത്തം നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായി നിർവഹിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമായ, പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള ക്ലബ്ബ്, ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ മറ്റ് കാഴ്ചപ്പാടുകൾക്ക് അതീതമായി നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഒന്നിച്ചിരിക്കാൻ കഴിയും എന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ നാടിൻ്റെ യോജിപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് എല്ലാവരെയും ഒത്തൊരുമിച്ച് നിർത്തി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും CYCC വളർന്ന് വലുതാകട്ടെ. ഈ ലോകം ഉള്ളിടത്തോളം CYCC നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ഒരു ഓഫീസ് CYCCയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകാൻ ഇത് കാരണമായി തീരട്ടെ. ഇത് ഈ പ്രദേശത്തിനൊക്കെ വെളിച്ചമേകുന്ന ഒരു വലിയ വിളക്കായി ഈ പുതിയ ഓഫീസ് പ്രകാശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി CYCC ചെറിയ ആലമ്പാടിയുടെ പുതിയ ഓഫീസ് നാടിനെ സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത ടീച്ചർക്കാണെങ്കിൽ ടീച്ചർ മക്കളാണെന്ന് ടീച്ചർ എല്ലാവരും ഇവിടെ പറയാറുള്ളത്. എപ്പോഴും നമ്മളെ മൊയ്നുവിനെ പോലെയുള്ളവർ എപ്പോഴും ടീച്ചർ പറയും ഇതെല്ലാം എൻ്റെ മക്കളാണ്. ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മഹത്തായ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ MLA എന്നെ നിലയ്ക്കുന്ന സാർ, മറ്റു വിശിഷ്ട വ്യക്തികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ, ഒരു നാടിന്റെ ഏറ്റവും ബൃഹത്തായ സാംസ്കാരികമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സാംസ്കാരിക ക്ലബ്ബുകൾ. അതുകൊണ്ട് തന്നെ ഒരു നാട് വികസിക്കുന്നതും ഒരു നാട് വളരുകയും ചെയ്യുന്നത് സാമൂഹിക, സാംസ്കാരിക രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ കലാ കായിക രംഗത്ത് ഉയരുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം വികസിക്കുകയുള്ളൂ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആലമ്പാടി, ചെറിയ ആലമ്പാടി എന്ന പ്രദേശം ക്ലബ്ബുകൾ കൊണ്ടും സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ടും ഏറെ മികച്ച ഒരു നാടാണ്. അതിൻ്റെ ഇടയിൽ
ചെറിയാനമ്പാടി യൂത്ത് ക്ലബിന്റെ പരിപാടികൾ കൃത്യമായി വീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് സുദീർഘമായ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കൊണ്ടു വരുന്നതിൽ ക്ലബ്ബുകൾ കൂടുതൽ ജാഗ്രത കാണിക്കണം, കൂടുതൽ ഇടപെടണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ക്ലബ്ബുകൾക്ക് വലിയ തോതിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഇടപെടുന്ന ക്ലബ്ബ് എന്ന നിലക്ക് ഏറ്റവും ഇത്തരം ക്ലബ്ബുകൾ, ഇത്തരം ഓഫീസുകൾ ഭാവിയിൽ ജനങ്ങളുടെ സേവനത്തിനും ജനങ്ങൾക്ക് വേണ്ടി അതൊരു തണലാകട്ടെ എന്ന് ആശംസിച്ചു. നമ്മുടെ നാടിന്റെ എല്ലാതര വികസന പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ യുവതലമുറകളെ നന്മയിലേക്ക് നയിക്കുവാനും കുട്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനും ഉള്ള എല്ലാ കഴിവുകളും ദൈവം അനുഗ്രഹിച്ച് CYCC ക്ലബ്ബ് അംഗങ്ങൾക്ക് നൽകട്ടെ എന്നും ഈ കെട്ടിടം നല്ലൊരു സ്ഥിരം കെട്ടിടമായി ഇവർക്ക് കിട്ടുവാനും മുന്നോട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. ഈ ചടങ്ങിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ചെറിയാനമ്പാടിയിലെ ഈ ക്ലബ്ബ് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും അവർ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഇനിയും പ്രവർത്തിക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. ചാരിത്ര്യ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പാവപ്പെട്ടവർക്കും ആർക്ക് വേണമെങ്കിലും ഈ ക്ലബിനെ സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലബിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന്. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ
City Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.